പ്രഭാതവന്ദനങ്ങൾ. എഫേസ്യർ 5-ന്റെയും 6 അധ്യായങ്ങളിൽ 3 തരത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. ഒന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ, 6 അധ്യായത്തിൽ അമ്മയപ്പന്മാരും കുഞ്ഞുങ്ങളും തമ്മിൽ, ദാസനും യജമാനും തമ്മിൽ. ഈ 3 ബന്ധങ്ങൾക്കകത്തും കർത്താവായിരിക്കണം അതിൻ്റെ സെൻട്രൽ ഉണ്ടാവേണ്ടത്. അതല്ല എങ്കിൽ കർത്താവില്ലാതെ പോയാൽ ആ ബന്ധം ഒരുപക്ഷെ വളരെ യാന്ത്രികമായി തീരുകയും ഒരു ബ്രേക്കപ്പ് ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ക്രിസ്തു സെൻട്രൽ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിനോടുള്ള റെവറൻസ്, അതൊക്കെ ആ ബന്ധത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ടാണ് എഫേസ്യർ 5:21 ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴടങ്ങിയിരിക്കുമെന്ന് പറയുന്നത്. സബ്മിറ്റ് ടു വൺ അനദർ ഔട്ട് ഓഫ് റെഫറൻസ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തു സെൻട്രലിലുള്ളതുകൊണ്ട്. വീണ്ടും തുടർന്ന് വായിക്കുമ്പോൾ ഭാര്യമാരോട് സഭ ക്രിസ്തുവിനോട് എന്നതുപോലെ സകലത്തിലും കീഴടങ്ങിയിരിക്കുവാൻ പറയുന്നു. ഭർത്താക്കന്മാരോട് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനായിട്ട്, അതായത് ഒരു സാക്രിഫിഷ്യൽ ലവ് ആണത്, ഒരു സെൽഫിഷ് ലവ് അല്ല, സാക്രിഫിഷ്യൽ ലവ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ കുടുംബജീവിതം വളരെ ഗ്ലോറിയസ് ആയിട്ട് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ഇന്ന് മുതൽ നമ്മുടെ കുടുംബജീവിതങ്ങളിൽ ക്രിസ്തു സെൻട്രലായിരിക്കട്ടെ. അതുമാത്രമല്ല, ആ ഒരു ഹൈരാർക്കി ഉണ്ട്. സ്ത്രീയുടെ തലയായിട്ട് പുരുഷൻ്റെ തല ക്രിസ്തുവുമായിട്ടുള്ള ആ ഹൈരാർക്കിയും വെളിപ്പെടുമ്പോൾ വളരെ ഗ്ലോറിയസ് ആയിരിക്കും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ. ഇന്നു മുതൽ നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ ഗ്ലോറി വെളിപ്പെടുവാൻ തക്കവണ്ണം വളരെ മനോഹരമായിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാ കുടുംബങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ഗ്ലോറി എല്ലാ കുടുംബങ്ങളിലും വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. കുടുംബ ബന്ധങ്ങളിൽ കർത്താവ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പാലിക്കുവാനായിട്ട്, ആ സാക്രിഫിഷ്യൽ ലവ് വെളിപ്പെടുവാനായിട്ട്, ആ വിധേയത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് ഞങ്ങൾ ഇടയാക്കുന്നതിനായിട്ട് നന്ദി. കർത്താവ് സെൻട്രൽ ആയിരിക്കുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് സഹായിക്കുന്നതിനായിട്ട് നന്ദി. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. എല്ലാ മാനവും മഹത്വവും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.